പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് നവംബർ 14 വെള്ളിയാഴ്ച. സദൃശ്യവാക്യങ്ങൾ 22 അധ്യായം 6 വാക്യം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഇന്ന് നാം ശിശുദിനം ആചരിക്കുന്നു. ദൈവം നൽകിയ ഏറ്റവും വിലയേറിയ അനുഗ്രഹമായ കുട്ടികളുടെ ദിനം. നമ്മുടെ തലമുറകൾ നമ്മുടെ ഭവനങ്ങളിൽ ഒരു സന്തോഷം മാത്രമല്ല, അത് ദൈവരാജ്യത്തിൻ്റെ പ്രതീക്ഷയുമാണ്. അതുകൊണ്ടാണ് ഒരു മാതാവ് ഒരിക്കൽ പറഞ്ഞു, ഗോഡ് ഗിവ്സ് us children not to make the world noisy but to make the world holy. ദൈവം കുട്ടികളെ നമുക്ക് തരുന്നത് ലോകം ശബ്ദമുള്ളതാക്കാനല്ല, വിശുദ്ധമാക്കാനാണ്. നാം വായിച്ചതായ വേദഭാഗത്തിൽ പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. ഇത് വെറുമൊരു ഉപദേശമല്ല, ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ്. പഴയ നിയമം എഴുതിയ ഹീബ്രു ഭാഷയിൽ അഭ്യസിപ്പിക്കുക എന്നതിൻ്റെ അർത്ഥം ഡെഡിക്കേറ്റ്, കോൺസക്രേറ്റ്, ഇനിഷ്യേറ്റ് എന്നൊക്കെയാണ്. അതായത് സമർപ്പിക്കുക എന്നതാണ്. അപ്പോൾ ദൈവസൻ പറയുന്നത് കുട്ടിയെ പഠിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ വഴിയിലേക്കുള്ളതായ സമർപ്പണം ആണെന്നാണ്. അവൻ പോകേണ്ട വഴി എന്നത് ദൈവത്തിൻ്റെ വഴി, വിശ്വാസത്തിൻ്റെ വഴി, ആത്മീയ ജീവിതത്തിൻ്റെ പാതയുമാണ്. ഇവിടെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ട്രെയിൻ ദ ചൈൽഡ് നോട്ട് അക്കോർഡിംഗ് ടു അവർ ഡ്രീം ബട്ട് അക്കോർഡിംഗ് ടു ഗോഡ്സ് ഡിസൈൻ. കുട്ടിയെ നമ്മുടെ സ്വപ്നത്തിനല്ല, ദൈവത്തിൻ്റെ രൂപരേഖയ്ക്കനുസരിച്ച് വളർത്തുക. ഇന്നത്തെ ലോകം കുട്ടികളെ ടെക്നോളജിയുടെ തിരമാലയിൽ വളർത്തുകയാണ്. പക്ഷെ വചനം നമ്മോട് പറയുന്നു, അവരെ സത്യത്തിൻ്റെ തിരമാലയിൽ വളർത്തുവാൻ. മാതാപിതാക്കള് മക്കളെ വളർത്തുന്നവരായി മാത്രമല്ല, വഴികാട്ടികളായിട്ടാണ് ദൈവം വിളിക്കുന്നത്. മാതാപിതാക്കള് മാതൃകയുള്ളതായ ജീവിതത്തിലൂടെ മക്കൾക്ക് വഴികാട്ടികളായി തീരുക. എങ്ങനെയാണ് നാം മാതൃകയായി തീരേണ്ടത്? ജീവിതത്തിലൂടെ മാതൃകയാകുക. മത്തായിയുടെ സുവിശേഷം 5 അധ്യായത്തിൻ്റെ 14 വാക്യം പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. ആ പ്രകാശം ആദ്യം നമ്മുടെ വീട്ടിൽ തെളിയണം. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താകാൻ നാം ആഗ്രഹിക്കുന്നുവോ അത് ഓരോ മാതാപിതാക്കളുടെയും മാതൃകാ ജീവിതം കണ്ടായിരിക്കണം നമ്മുടെ കുട്ടികൾ അനുകരിക്കേണ്ടത്. 2, പ്രാർത്ഥനയിൽ മാതാപിതാക്കൾ മാതൃകയാവുക. മാതാപിതാക്കളുടെ പ്രാർത്ഥന കുട്ടികളുടെ വിശ്വാസത്തിൻ്റെ പാഠപുസ്തകമാണ്. നമ്മുടെ മക്കൾ ഒരു പ്രായം കഴിയുമ്പോൾ പഠനത്തിനായോ ജോലിക്കായോ മറ്റു ദേശങ്ങളിലേക്ക് പോകും. അപ്പോൾ മാതാപിതാക്കൾക്ക് അവർക്ക് വേണ്ടി ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നതാണ്. 3, സ്നേഹത്തിൽ മാതൃകയാകുക. Where there is love, there is God. സ്നേഹമുള്ളിടത്ത് ദൈവമുണ്ട്. കുട്ടികൾ മാതാപിതാക്കളുടെ സ്നേഹത്തിൻ്റെ നിറവ് കണ്ട് സ്നേഹം അനുഭവിച്ച് ആ സ്നേഹത്തെ മാതൃകയാക്കാൻ സാധിക്കണം. കുട്ടികളും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് നിലയിലായാലും നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും പ്രവർത്തനവുമാണ് നിങ്ങളെ ഈ സ്ഥാനത്താക്കിയിരിക്കുന്നത്. അവർ നിങ്ങളിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് അത് നൽകുവാൻ സാധിക്കണം. അപ്പോൾ മാതാപിതാക്കളും അധ്യാപകരുമൊക്കെ ചേർന്ന് ഒരു പ്രതിജ്ഞയെടുക്കാം. ഞങ്ങളുടെ കുട്ടികളെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് ഞങ്ങൾ നയിക്കും. If we train the children in God's way, they will walk in God's glory. ദൈവത്തിൻ്റെ വഴിയിൽ കുട്ടികളെ വളർത്തിയാൽ അവർ ദൈവത്വത്തിൻ്റെ മഹത്വത്തിൽ നടക്കും. ഇതായിരിക്കട്ടെ ശിശുദിന സന്ദേശം. ദൈവത്തിൻ്റെ വഴിയിൽ തലമുറകളെ വളർത്താം.
അതും നമ്മുടെ ജീവിത മാതൃകയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ കൈകളിൽ നിന്ന് ലഭിച്ച വിലയേറിയ ദാനങ്ങളായ കുട്ടികൾക്കായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. അവരെ നിന്റെ വഴിയിലേക്ക് വളർത്തുവാൻ ഞങ്ങൾ മാതാപിതാക്കളെയും അധ്യാപകരെയും ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ഭവനങ്ങൾ പ്രാർത്ഥനയുടെ ഒരു ആലയമായി തീരണമേ. ഞങ്ങളുടെ ജീവിതം അവർക്കുള്ള മാതൃകയായി തീരണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.